അദ്ദേഹം രക്ഷപ്പെട്ട ഒരു രീതിയുണ്ട്. അതെന്ന് പറയുന്നത് നമുക്കറിയാം, കാറുകൾ പലതും മാറിക്കയറി വല്ലാത്ത നിലയിൽ ഒരു അധോലോക സംഘത്തെ അനുസ്മരിപ്പിക്കില്ല. ആ രക്ഷപ്പെടൽ സ്ഥായിയല്ല. നമ്മുടെ പോലീസിനെയും പോലീസിന്റെ കഴിവിനെയും അങ്ങ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. 10 വണ്ടി മാറി കയറി പിടികൂടാൻ കഴിയാത്തവരാണ് നമ്മുടെ പോലീസ്. നമ്മൾ ആൾക്കാരെ പിടികൂടിയിട്ടില്ലേ? ഇത് നേരെ തിരിച്ചു പറയാൻ ദിവസങ്ങൾക്കുള്ളിൽ 10 വണ്ടി മാറി കയറിയ പ്രതികളെ നമ്മൾ പിടികൂടിയിട്ടില്ലേ നമ്മുടെ പോലീസ്? കേരള പോലീസിന്റെ സൂക്ഷ്മമായിട്ടുള്ള തീർച്ചയായും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കേസിലും നമ്മളുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കും. ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു അഭിപ്രായം കേരള പോലീസിനെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച്, കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ച് നാം എല്ലാവരും പറയുന്ന, അഭിനന്ദിച്ചു വാക്കുകൾ പറയുന്ന ഒരു ദിനം അധികം താമസിയാതെ വന്നു ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പോലീസിനെ വിമർശിക്കുന്നതിൽ കഴമ്പുണ്ട്. ആ വിമർശനം ഞാൻ ഉൾക്കൊള്ളുകയാണ്. പക്ഷേ ഈ വിമർശനം അധിക ദിവസം നീണ്ടു നിൽക്കില്ല. ഞാൻ പോലീസിനെ വിമർശിച്ചതേ ഉള്ളൂ. അത് കഴമ്പുണ്ടെന്ന് സംബന്ധിച്ച് താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.